നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഉത്തരമേഖല ഹിന്ദു നേതൃസംഘം കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ. സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക്കിന്റെ സൗത്ത് നിയോജക മണ്ഡലം നേതൃപരിശീലന ക്യാമ്പ് മാങ്കാവ്. മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച BJP പ്രവർത്തകരുടെ പ്രകടനം. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഉത്തരമേഖല ഹിന്ദു നേതൃസമ്മേളനം കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. KP ശശികല ടീച്ചർ മുഖ്യ പ്രഭാഷണം നടത്തി. ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഉത്തരമേഖല ഹിന്ദു നേതൃസമ്മേളനം നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. ബ്രഹ്മചാരി മുകുന്ദ ചൈതന്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികല ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഒരു കാലത്ത് ഇവിടുത്തെ പ്രശസ്തമായ തറവാട്ടുകാരുടെ വകയായിരുന്നു, പല ഹിന്ദു കുടുംബങ്ങളുടെയും വകയായിരുന്നു. എന്നാൽ നടത്താൻ പാകില്ലാത്തതുകൊണ്ട് മുഴുവൻ വിറ്റു തുലയ്ക്കുകയും ഹൈന്ദവ സ്ഥാപനങ്ങളെല്ലാം വിറ്റു തുലയ്ക്കുകയും കൂണ് പോലെ ഇസ്ലാമിക ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഇവിടെ പെരുകുകയും ചെയ്യുന്നു. സ്വാശ്രയ സ്ഥാപനങ്ങളും എയ്ഡഡ് സ്ഥാപനങ്ങളും അവരുടെ പേരിൽ എമ്പാടും വരുന്നു. മലപ്പുറത്ത് 32 എയ്ഡഡ് സ്കൂള് മറ്റേ ഏരിയ ഇന്റൻസീവ് പ്രോഗ്രാം അനുസരിച്ച് ഒരാവശ്യവും ഇല്ലാതെ ഇവിടെ എയ്ഡഡ് സ്കൂളാണ്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KT ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ES ബിജു, V ശശികുമാർ, P ജിജേന്ദ്രൻ, പള്ളിയറ രാമൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക്കിന്റെ സൗത്ത് നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃപരിശീലന ക്യാമ്പ് മാങ്കാവിൽ നടന്നു. SJD സീനിയർ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ VC ബാപ്പു പരിപാടി ഉദ്ഘാടനം ചെയ്തു. സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക് കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. മാങ്കാവിൽ നടന്ന ക്യാമ്പ് SJD സീനിയർ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ VJ ബാപ്പു ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾക്കും സ്വാതന്ത്ര്യ സംരംഭങ്ങൾക്കും സമരങ്ങൾക്കുമൊക്കെ ഊടും പാവും ഊർജ്ജമൊക്കെ നൽകിയത് നമ്മുടെ ഏറ്റവും വലിയ നേതാക്കന്മാരായ ഡോക്ടർ രാമമനോഹർ ലോഹിയും ശ്രീ ജയപ്രകാശ് നാരായണനുമൊക്കെ. ഡോക്ടർ രാമമനോഹർ ലോഹിയാണ് സോഷ്യലിസ്റ്റുകൾക്ക് മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി അദ്ദേഹം ഒരു ലഘുലേഖ പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ 3 പ്രധാന കർമ്മ പരിപാടികളാണ് സോഷ്യലിസ്റ്റുകളെ സംബന്ധിച്ച് അനിവാര്യമായതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഒന്ന്, ജനങ്ങളെ അടുത്തറിയുക. ജനസമ്പർക്ക പരിപാടികൾ മുടക്കമില്ലാതെ നടത്തുക. എത്ര മഹത്തായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. SJD സൗത്ത് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് SK കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു. പടിയേരി ഗോപാലകൃഷ്ണൻ, NC മോയിൻകുട്ടി, സലീം മടവൂർ, ജയൻ വെസ്റ്റീൽ, K ശങ്കരൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ K രാഘവൻ മാസ്റ്റർ അനുസ്മരണം നടത്തി. അളകാവിൽ നടന്ന പരിപാടിയിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരാണ് പങ്കെടുത്തത്. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് K രാഘവൻ മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചത്. VT മുരളി അധ്യക്ഷത വഹിച്ചു. നടൻ മാമുക്കോയ, MLA പുരുഷൻ കടലുണ്ടി, വിൽസൺ സാമുവൽ, പപ്പൻ, ലീന പപ്പൻ, അബൂബക്കർ, വിജയൻ കോവർ, കവി PP ശ്രീധരനുണ്ണി തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. 90 കൊല്ലം ജീവിച്ചതിൽ 70-75 കൊല്ലം അദ്ദേഹം നിരന്തരമായ സംഗീത സംഭാവന തന്നെ ചെയ്തിട്ടുണ്ട്. മലയാള സിനിമക്ക് ആദ്യമായിട്ട് സ്വന്തം ട്യൂൺ ചെയ്തു തന്നത് രാഘവൻ മാഷാണ്. ആ കടപ്പാട് നമ്മൾക്ക് സംഗീതം ആസ്വദിക്കുന്ന എല്ലാ ആളുകൾക്കും ഉണ്ട്. അതിനു മുമ്പൊക്കെ ഹിന്ദി പാട്ടിന്റെ ട്യൂണിനൊപ്പിച്ച് നമ്മൾ വരികൾ എഴുതിയിട്ടായിരുന്നു ഉണ്ടാക്കിയത്. നീലക്കുയിൽ മുതലാണ് നമ്മൾ സ്വന്തം ഒരു ട്യൂൺ ഉണ്ടായി തുടങ്ങിയത്. അത് രാഘവൻ മാഷ് ഉണ്ടാക്കിയ. മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് BJP പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകരാണ് പ്രകടനത്തിൽ പങ്കെടുത്തത്. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ SLC+2 ഉന്നത വിജയികളെ അനുമോദിച്ചു. വിജയോത്സവം 2014 എന്ന പേരിൽ നടന്ന പരിപാടി പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിജയോത്സവം 2014 എന്ന പേരിൽ SLC+2 ഉന്നത വിജയികളെ അനുമോദിച്ചു. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന അനുമോദന പരിപാടി പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നല്ല വിദ്യാഭ്യാസം നേടിയാൽ തന്നെ നമുക്ക് സന്തോഷമുള്ള ജീവിതമായിട്ട്, എന്നാലും സന്തോഷ സങ്കടവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ എങ്കിലും
നമുക്ക് എന്തെങ്കിലും മുമ്പോട്ട് പോകണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം. വിദ്യാഭ്യാസത്തിന് ഇന്ന് അത്രമാത്രം പ്രാധാന്യമുണ്ട് പഴയകാലത്തേക്കാൾ. വേറെ എത്രത്തോളം പഠിക്കാനോ അത്രത്തോളം പഠിപ്പിക്കാൻ. അതിന് ബാങ്ക് വായ്പ എടുക്കുന്നുണ്ട്, അതിന് സ്വത്ത് വിൽക്കുന്നുണ്ട്, പണം പണയം വെക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അത്രയും പ്രാധാന്യം ഇന്ന് രക്ഷിതാക്കൾ കൊടുക്കുകയാണ്. കവി രമേശ് കാവിൽ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടന സംസ്ഥാന ട്രഷറർ CP മമ്മുഹാജി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ മലപ്പുറം, CDA ചെയർമാൻ NC അബൂബക്കർ, വെൽക്കം ബാബു, ശിവപ്രസാദ്, രവീന്ദ്രൻ കണ്ണൂർ, പ്രകാശ് കുമാർ കണ്ണൂർ, AP മുഹമ്മദ് ബഷീർ, രാജീവ്, PPC നസീർ തുടങ്ങിയവർ സംബന്ധിച്ചു. പാറോപ്പടി സ്നേഹ റെസിഡന്റ് അസോസിയേഷന്റെ വാർഷികാഘോഷം NGO ക്വാർട്ടേഴ്സ് സ്കൂളിൽ നടന്നു. കവി PK ഗോപി മുഖ്യപ്രഭാഷണം നടത്തി. പാറോപ്പടി സ്നേഹ റെസിഡൻസ് അസോസിയേഷൻ 3ാം വാർഷികാഘോഷം നടന്നു. NGO ക്വാർട്ടേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പരിപാടി. സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് IPS പരിപാടി ഉദ്ഘാടനം ചെയ്തു. കവി PK ഗോപി മുഖ്യപ്രഭാഷണം നടത്തി. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് KG സുകുമാരൻ നായർ അധ്യക്ഷത വഹിച്ചു. K ബാലഗോപാലൻ, KT പത്മജ, RP രവീന്ദ്രൻ, അഡ്വക്കേറ്റ് VP രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇതെല്ലാം കൂടെ എങ്ങനെ യോജിപ്പിക്കും ഈ വാക്കുകളെല്ലാം കൂടി? ഒരു പുഴയുടെ തീരത്ത്, താമരയുടെ പരാഗത്തിൽ ഒരു കുടീരം, അവിടെ വിളക്ക് വെക്കുന്ന യുഗ കന്യകാണ്. യുഗം എന്താണ്? അളക്കാൻ കഴിയാത്ത കാലത്തിന്റെ അർത്ഥം നമുക്ക് ലഭിക്കാം. പാചകവാതക സബ്സിഡി വീണ്ടും ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. നവംബർ പകുതിയോടെ ഭാഗികമായി ഈ സംവിധാനം നിലവിൽ വരും. പാചകവാതക സബ്സിഡി വീണ്ടും ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ നൽകാൻ പുതിയ കേന്ദ്ര സർക്കാർ തീരുമാനം. ആധാർ നമ്പറുമായി ബന്ധപ്പെടുത്തിയ ബാങ്ക് അക്കൗണ്ടുകളിൽ പാചകവാതക സബ്സിഡി നേരിട്ട് നൽകുന്ന രീതി കഴിഞ്ഞ UPA സർക്കാർ കൊണ്ടുവന്നതാണ്. 54 ജില്ലകളിൽ നവംബർ പകുതിയോടെയും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അടുത്ത വർഷം ജനുവരി 1 മുതലും പദ്ധതി നടപ്പിലാക്കാനാണ് തീരുമാനം. എന്നാൽ ഈ പദ്ധതി ജനങ്ങൾക്ക് ഏറെ പ്രയാസമുണ്ടാക്കിയതിന്റെ സാഹചര്യത്തിൽ UPA സർക്കാർ തന്നെ ഉപേക്ഷിച്ച പദ്ധതിയായിരുന്നു. എന്നാൽ പഴയ പദ്ധതിയിൽ ഏറെ മാറ്റങ്ങൾ വരുത്തിയാണ് പുതിയ സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്നത്. വീടുകളിൽ ഉപയോഗിക്കുന്ന പാചകവാതക സിലിണ്ടറിന്റെ സബ്സിഡി നിജപ്പെടുത്തും. പരിഷ്കരിച്ച പദ്ധതിയിൽ ചേരുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും സബ്സിഡി ലഭ്യമാകും. ആധാർ നമ്പർ ബന്ധിപ്പിക്കുകയോ ബന്ധിപ്പിക്കാതിരിക്കുകയോ ചെയ്യാം. ആധാർ നമ്പറില്ലാത്തതിനാൽ ആർക്കും സബ്സിഡി ലഭിക്കാതിരിക്കില്ല. ഇതിനകം ആധാർ ബന്ധിപ്പിച്ചവർക്ക് അവരുടെ അക്കൗണ്ടിൽ സബ്സിഡി തുക ലഭിക്കും. പരിഷ്കരിച്ച പദ്ധതിയിൽ ഇപ്പോൾ ചേരുന്ന ഉപഭോക്താക്കൾക്ക് വിപണി നിരക്കിൽ ആദ്യത്തെ സിലിണ്ടർ വാങ്ങാനുള്ള തുക മുൻകൂറായി ലഭിക്കും. ഉപഭോക്താക്കൾക്ക് 3 മാസത്തെ സാവകാശം നൽകും. ഈ കാലയളവിൽ പുതിയ പദ്ധതിയിൽ ചേരുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടിൽ സബ്സിഡി എത്തും. അല്ലാത്തവർക്ക് സബ്സിഡി നിരക്കിൽ തന്നെ സിലിണ്ടർ ലഭ്യമാകും. തുടങ്ങി വിവിധ പരിഷ്കരണങ്ങളിലൂടെയാണ് പാചകവാതക സബ്സിഡി വീണ്ടും ബാങ്ക് വഴിയാക്കുന്നത്. ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ്. മലയാള സിനിമാ ലോകത്ത് മറക്കാനാവാത്ത ഗാനങ്ങൾ സമ്മാനിച്ച രാഘവൻ മാസ്റ്റർ ഓർമ്മയായിട്ട് 1 വർഷം തികയുന്നു. ചലച്ചിത്ര സംഗീതത്തിൽ ഭാവസ്പർശം നൽകിയ രാഘവൻ മാസ്റ്റർ ഇന്നും മലയാളികളുടെ മനസ്സിൽ ജീവിക്കുകയാണ്. ചലച്ചിത്ര ഗാനശാഖയ്ക്ക് മലയാളത്തിന്റെ ഈണങ്ങൾ സമ്മാനിച്ച അനശ്വര സംഗീതജ്ഞൻ K രാഘവൻ മാസ്റ്റർ. മലയാളികളുടെ ചുണ്ടുകളിൽ തേനൂറുന്ന ഒട്ടേറെ ഗാനങ്ങൾ സംഭാവന ചെയ്ത സംഗീതാചാര്യൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 1 വർഷം തികയുന്നു. നീണ്ട സംഗീത ജീവിതത്തിൽ രാഘവൻ മാസ്റ്ററുടെ സമ്പാദ്യം മലയാളികൾ നെഞ്ചിലേറ്റിയ ഗാനങ്ങൾ മാത്രമായിരുന്നു. 1954 ഇറങ്ങിയ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ എന്ന് തുടങ്ങുന്ന ഗാനം അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. പൊൻകുന്നം വർക്കിയുടെ കതിരു കാണാക്കിളിയാണ് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച ആദ്യ ചലച്ചിത്രം. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് ആ ചലച്ചിത്രം പുറത്തു വന്നില്ല. നീലക്കുയിലാണ് രാഘവൻ മാസ്റ്ററുടെ സംഗീത സംവിധാനത്തിൽ പുറത്തുവന്ന ആദ്യ മലയാള ചലച്ചിത്രം. കുയിലിനെ തേടി കുതിച്ചു പായും മാര കട്ടുകുപ്പായക്കാര നിന്നോടു ഞാനൊരു പിന്നാരം ചോദിക്കാം. സംഗീത പാരമ്പര്യമില്ലാത്ത കുടുംബത്തിൽ ജനിച്ച ഇദ്ദേഹം സ്വന്തം താല്പര്യവും അഭിരുചിയും കാരണം സംഗീത ലോകത്തെത്തുകയായിരുന്നു. സംഗീത സംവിധായകൻ എന്നതിലുപരി മികച്ച ഒരു ഗായകൻ കൂടിയായിരുന്നു ഇദ്ദേഹം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ട എന്ന ഗാനം. ഈ ഗാനം സ്വന്തം സംഗീതത്തിൽ ആലപിച്ചത് മാസ്റ്റർ തന്നെയാണ്. നാളികേരത്തിന്റെ നാട്ടിലെ കുയിലിനെ തേടി കരിമുകിൽ കാട്ടിലെ മാനൊന്നും വിളിക്കില്ല എല്ലാവരും ചൊല്ലണേ എന്നിങ്ങനെ നീളുന്നു മാസ്റ്ററുടെ ഹിറ്റ് നിരകൾ.
നാടൻ പാട്ടുകളും കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി രാഗങ്ങളും മലയാളികളുടെ ചുണ്ടുകളിൽ തേനൂറുന്ന ഒട്ടേറെ ഗാനങ്ങൾ സംഭാവന ചെയ്ത സംഗീത ആചാര്യന് സിനിമാ ലോകവും പ്രേക്ഷക ലക്ഷങ്ങളും മാസ്റ്റർക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. നിന്റെ പുരികക്കൊടിയുടെ അമ്പ് കൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുഴയുടെ ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ജുവൽ അപ്രൈസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. SBTDC മെമ്പർ P. ജഗദീഷ് ബാബുവാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ജുവൽ അപ്രൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും ചെറുട്ടി റോഡ് AVG മെമ്മോറിയൽ ഹാളിൽ നടന്നു. SBTEU-CC മെമ്പർ P. ജഗദീഷ് ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KM നിത്യാനന്ദൻ അധ്യക്ഷത വഹിച്ചു. EP നാദിയ, VP ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കമ്മീഷനൊക്കെ വളരെ പല ആളുകളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചാലും ഒരു 12,000 രൂപ പോലും മാസം കമ്മീഷൻ കിട്ടാത്ത അപ്രൈസർമാരാണ് ഇരിക്കുന്ന ആളുകൾ എനിക്കറിയാം. അപ്പോൾ ഈ ഒരു സമീപനം മാറ്റി 2 അപ്രൈസർ എന്നുള്ള സംവിധാനം മാറ്റി ബാങ്കിനകത്ത് ക്രോസ് അപ്രൈസിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്ന സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് തീരുമാനിച്ച് അതിലിപ്പോൾ അതിന്റെ തീരുമാനം അടുത്ത ആഴ്ച തന്നെ അതിന് വരാൻ സാധ്യത വരുമെന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കോട്ടൂളി പറയഞ്ചേരി യൂണിറ്റ് സമ്മേളനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ കോട്ടൂളി പറയഞ്ചേരി യൂണിറ്റ് സമ്മേളനവും കുടുംബസംഗമവും പുതിയറ SK പൊറ്റക്കാട് സാംസ്കാരിക നിലയത്തിൽ നടന്നു. കേരള വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ പൊതുവായിട്ട് കച്ചവടം കുറഞ്ഞിട്ടുണ്ട്. എല്ലാ തരത്തിലും വ്യാപാരത്തിനും മാന്ദ്യമുണ്ട്. ആ മാന്ദ്യം പിടിയുണ്ടാവുന്നതേയില്ല. നമുക്ക് ഈ സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ആ മാന്ദ്യം അനുഭവമുണ്ട്. അപ്പോൾ ആ മാന്ദ്യം ഉണ്ടാകുന്നതിന് കാരണം നമ്മൾ പരിശോധിക്കും. ആ കാരണം പരിശോധിക്കുമ്പോൾ ഈ നിർമ്മാണ മേഖല ഇന്ന് നിർജ്ജീവമാണ്. യൂണിറ്റ് പ്രസിഡന്റ് M. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. KM റഫീഖ്, CV ഇക്ബാൽ, P. വിജയൻ, NK രാധാകൃഷ്ണൻ, മേച്ചേരി ബാബുരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഡീസൽ വില കുറഞ്ഞു. കേരളത്തിൽ ലിറ്ററിന് 3.60 പൈസയാണ് കുറഞ്ഞത്. ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് പുതിയ നിരക്ക് നിലവിൽ വന്നത്. രാജ്യത്ത് ഡീസൽ വില ലിറ്ററിന് 3.37 രൂപ കുറഞ്ഞു. ഡീസൽ വില നിയന്ത്രിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാർ എണ്ണ കമ്പനികൾക്ക് കൈമാറി. ഇനി മുതൽ രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങൾക്കനുസൃതമായി രാജ്യത്ത് ഡീസൽ വില നിശ്ചയിക്കും. ഈ കാരണത്താൽ 2 ആഴ്ച കൂടുമ്പോൾ ഡീസൽ വില പുനഃപരിശോധിക്കാനും വ്യത്യാസം വരുത്താനും ഇതോടെ കമ്പനികൾക്കാവും. അതേസമയം കേരളത്തിൽ ഡീസൽ വില ലിറ്ററിന് 3.60 രൂപ കുറഞ്ഞു. പുതിയ വില ശനിയാഴ്ച അർദ്ധരാത്രി മുതൽ നിലവിൽ വന്നു. 4 വർഷത്തിനു ശേഷമാണ് ഡീസൽ വില കുറയുന്നത്. വില പ്രതിമാസം 50 പൈസ വരെ വർദ്ധിപ്പിക്കാൻ 2013 ജനുവരിയിൽ കഴിഞ്ഞ UPA സർക്കാർ തീരുമാനിച്ചിരുന്നു. ഡീസൽ വില നിയന്ത്രണം പിൻവലിച്ചത് എണ്ണ കമ്പനികൾക്കിടയിൽ മത്സരത്തിനും ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം ലഭ്യമാകുന്നതിനും ഇടയാക്കുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഉത്തരമേഖല ഹിന്ദു നേതൃസംഘം കോഴിക്കോട് നടന്ന ഓഡിറ്റോറിയത്തിൽ സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക്കിന്റെ സൗത്ത് നിയോജക മണ്ഡലം നേതൃപരിശീലന ക്യാമ്പ് മാങ്കാവ്. മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച BJP പ്രവർത്തകരുടെ പ്രകടനം. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.